ഇത് 60+ സെറ്റ് ബ്രിജി കേട്ടിയുടെ ഒരു വെനസ്ഡേ സ്പെഷ്യൽ കുക്കിംഗ് ആണ് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ട് കട്ട് കുക്കിങ്ങും കൊണ്ട് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ ഓടി വന്ന് നമ്മുടെ വീട്ടിൽ പനീറുണ്ടെങ്കിൽ പനീർ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ പനീർ ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിടും. ഒരു ചെറിയ മാരിനേഷൻ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പനീറിട്ടു. വളരെ ചെറിയ തോതിൽ ഉപ്പൊക്കെ സ്പ്രിങ്കിൾ ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ഞാനത് വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ, കുറച്ച് തൈര് ഒഴിക്കാം. അപ്പോൾ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തു. അതേപോലെ തന്നെ ഞാനും മുളക് പൊടിയൊക്കെ ഞാൻ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുള്ളൂ, ഞാൻ കൂടുതൽ ഇടാറില്ല. ഇതിപ്പോൾ സിന്നമൻ്റെ ഇതാണ്, അതുകൊണ്ട് പേടിക്കണ്ട. സിന്നമൻ്റെ ബോട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ ഞാനതിൽ മുളക് പൊടി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാനിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇടും ഞാൻ. ബ്രോക്കലി, ക്യാപ്സിക്കം, പിന്നെ ഉള്ളി കട്ട് ചെയ്തിടും. അപ്പം അങ്ങനെ എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കും. ഞാനത് ഓൾറെഡി വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. മാരിനേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിങ്ങനെ അതിൻ്റെ തവ ചൂടാവാൻ വെച്ചു. ഇത് വളരെ കുറച്ച് ജസ്റ്റ് ബ്രഷ് ചെയ്താലും മതി, വളരെ കുറച്ച് എണ്ണ അതിലൊഴിക്കാം. എന്തെണ്ണ ആയാലും സാരമില്ല. വാസ്തവത്തിൽ ഇതിലൊക്കെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കും അങ്ങനെ. ഇപ്പോൾ തവ ചൂടാവുന്നുണ്ടെങ്കിൽ ചൂടാവുന്നു നോക്കാം നമുക്ക്. അങ്ങനെ ഈ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് അതിലേക്ക് ഇടും. അത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി അങ്ങനെ വയ്ക്കും. ഇതിന് അധികം നേരം കുക്കിംഗ് ഒന്നുമില്ല. ഒരുപാട് കുക്ക് ചെയ്താൽ റബ്ബർ പോലെയാവും. അധികം നേരം കുക്കിംഗ് ഒന്നുമില്ല. ഇതിങ്ങനെ ബ്രോക്കലി ഇതെല്ലാം കൂടി ഇങ്ങനെ മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം. പിന്നെ നിങ്ങൾക്ക് വളരെയധികം ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഓരോന്ന് വെച്ചിട്ടിങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ആയിട്ട് വയ്ക്കും. ഭയങ്കര ഡ്രൈ ആണെങ്കിൽ ഇപ്പോൾ എയർ ഫ്രൈയിൽ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്കത് ചപ്പാത്തിക്കായാലും എന്തിനെങ്കിലും ആയാലും നമുക്കത് ഉപയോഗിക്കാം. ഒരു മിനിറ്റ് ഞാനത് മൂടി വെച്ചു. ഒരുപാട് കുക്കിംഗ് ഒന്നുമില്ല, ഒരു 2-3 മിനിറ്റ്. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമെല്ലാം വെള്ളം ഇല്ല, ഇതിൽ നിന്ന് വെള്ളം വന്നാൽ കുറച്ച് അതൊക്കെ വറ്റിക്കഴിഞ്ഞു. നല്ല ഒരുവിധം ഡ്രൈ ആയി. ഇപ്പോൾ മറ്റേ ക്യാപ്സിക്കം പിന്നെ ഇത് ബ്രോക്കലിയൊക്കെ അങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ഇങ്ങനെ കിട്ടും, നമുക്ക് കടയിൽ കിട്ടും, അത് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തു. അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് വരും. പിന്നെ കുറച്ച് പാസ്ലി അത് ഞാൻ കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനം ഞാൻ എരിവിടാത്തത് കൊണ്ട് ചില്ലി സോസാണ്, കുറച്ച് ചില്ലി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിന്നെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ സോയ സോസോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാനൊരു ഇത്തിരി ചില്ലി സോസ് ചേർക്കുന്നു. അപ്പോൾ നല്ലൊരു കളറും ഒക്കെ കിട്ടും. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി, മിക്സിങ്ങോ ഇളക്കിയെന്ന് എന്ത് വേണമെങ്കിൽ പറയാം. പിന്നീട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിനേക്കാൾ ഡ്രൈ ആവണം. പിന്നെ ഇതിനേക്കാൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത പോലെ വരണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി ആ തവയിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. 2 ഭാഗവും തിരിച്ചു മറിച്ച് ഇട്ടാൽ മതി. പക്ഷേ കൂടുതൽ ഫ്രൈ അല്ലെങ്കിൽ കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് 60+ ആരോഗ്യം കൂടി നോക്കണമല്ലോ. അപ്പോൾ ഇത് വളരെയധികം പ്രോട്ടീനും ഇതൊക്കെ ഉള്ളതാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ച് കൊത്തമല്ലി ഇലയൊക്കെ ഇട്ടിങ്ങനെ ഗാർണിഷ് ചെയ്ത് എടുക്കുക. കഴിച്ച് നോക്കുക, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അത് നല്ലതാണോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ വെറുതെ അങ്ങനെ ഒരു സ്പൂൺ എടുത്ത് വായിലിട്ടിട്ട് ആക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവരവരുണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിനോ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം.